വോട്ടെടുപ്പ് ദിനത്തിൽ UDF-നെ ഒന്നടങ്കം വെട്ടിലാക്കി അടൂർ പ്രകാശ്. നടിയെ ആക്രമിച്ച കേസിൽ നീതി ലഭിച്ചത് ദിലീപിനെന്ന് മുന്നണി കൺവീനർ. സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തതിനാൽ. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രസ്താവന വൻ വിവാദമായതോടെ മലക്കം മറിഞ്ഞ അടൂർ പ്രകാശ്. താൻ അതിജീവിതയ്ക്കൊപ്പമെന്ന് തിരുത്ത്. വാക്കുകൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചെന്നും ന്യായീകരണം. അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം രാവിലെ പറഞ്ഞ എൻ്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വോട്ടെടുപ്പിനിടയിലെ അടൂർ പ്രകാശിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ UDF-ൽ കടുത്ത അമർഷം. അതിവേഗം തള്ളിപ്പറഞ്ഞ് സണ്ണി ജോസഫ്. കോൺഗ്രസ് വേട്ടക്കാർക്കൊപ്പമല്ല എന്ന് രമേശ് ചെന്നിത്തല. നീതി കിട്ടിയില്ല എന്ന തോന്നലുണ്ടെങ്കിൽ അപ്പീൽ പോകാമെന്ന് K മുരളീധരൻ. അതിജീവിതയുടെ പോരാട്ടത്തിന് സല്യൂട്ട് എന്ന് ശശി തരൂർ. നടിയെ ആക്രമിച്ച കേസിലെ അടൂർ പ്രകാശിന്റെ ആദ്യ നിലപാട് ആയുധമാക്കി ആഞ്ഞടിച്ച് LDF. അടൂർ പ്രകാശിന്റെ നിലപാട് കേരളത്തിന് പൊതുവികാരത്തിനെതിരെന്ന് മുഖ്യമന്ത്രി. എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് MA ബേബി. UDF ആർക്കൊപ്പം എന്നതിന്റെ തെളിവെന്ന് ബിനോയ് വിശ്വം. തദ്ദേശ പോരിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ്. 1 മണിക്ക് 40%-നടുത്ത്. ആലപ്പുഴയിലും എറണാകുളത്തും കനത്ത പോളിംഗ്. പലയിടത്തും വോട്ടർമാരുടെ നീണ്ട നിര. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ. പോളിംഗ് ദിനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും ആയുധമാക്കി മുന്നണികൾ. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ SIT-ക്ക് മേൽ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ്. അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. LDF-ന് കൂടുതൽ കരുത്തു പകരുന്ന ജനവിധിയാകുമെന്ന് മുഖ്യമന്ത്രി. തദ്ദേശ പോരിൽ വോട്ടവകാശം വിനിയോഗിച്ച് ചലച്ചിത്ര താരങ്ങളും സിനിമാ പ്രവർത്തകരും. വോട്ട് രേഖപ്പെടുത്തി ആസിഫ് അലിയും രഞ്ജി പണിക്കരും മണിയൻപിള്ള രാജുവും മുകേഷും ദിലീപും അടക്കം പ്രമുഖർ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്തതിനാൽ വോട്ട് രേഖപ്പെടുത്താനാകാതെ മമ്മൂട്ടി. തദ്ദേശ പോരിന്റെ 2ാം ഘട്ടത്തിലെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കുട്ടിക്കലാശം. മറ്റന്നാൾ വിധിയെഴുതുന്നത്. കാസർഗോഡ് മുതൽ തൃശൂർ വരെ 7 ജില്ലകൾ. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ദിവസം ചട്ടവിരുദ്ധ നടപടിയുമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ. പ്രീപോൾ സർവേ ഫലം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെ പോസ്റ്റ് പിൻവലിച്ചു. മുൻ DGP തന്നെ നിയമം ലംഘിച്ചു എന്ന് V ശിവൻകുട്ടി. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതോടെ എതിർ നീക്കവുമായി ദിലീപ്. ഗൂഢാലോചന നടത്തിയവരുടെ പങ്ക് കണ്ടെത്തണമെന്നാവശ്യപ്പെടാൻ നീക്കം. കേസ് കെട്ടിച്ചമച്ചത് എന്നും വാദം. തുടർ നീക്കങ്ങളിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന. നടിയെ ആക്രമിച്ച കേസിൽ അഴകുഴമ്പൻ നിലപാടുമായി M മുകേഷ് MLA. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് വാദം. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ദിലീപിനെ പിന്തുണച്ച് രഞ്ജി പണിക്കർ. കേസുമായി പരമാവധി സഹകരിച്ചെന്ന് ലാൽ. കോടതി വിധിയെ നിന്ദിക്കാനില്ലെന്നും അതിജീവിതയ്ക്കൊപ്പമെന്നും ആസിഫ് അലി. ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിന് പിന്നാലെ FEFCAയിൽ നിന്ന് രാജിവെച്ച് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി. വേട്ടക്കാർക്കും ഒപ്പം നിൽക്കുന്ന സംഘടനയുടെ ഭാഗമാകാനില്ല. ഇനിയൊരു സംഘടനയിലേക്കുമില്ലെന്നും ഭാഗ്യലക്ഷ്മി.
പാണക്കാട് മുനവറലി തങ്ങളുടെ മകൾ ഉയർത്തിയ സ്ത്രീപക്ഷ വിവാദത്തിന് പിന്നാലെ കടുത്ത നിലപാടുമായി സമസ്ത. അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ല. പാട്ടും ഡാൻസും ഫുട്ബോളും നടത്താൻ പോകില്ല. ഖുർആൻ നിർദ്ദേശിച്ച പോലെ സുന്നി പെൺകുട്ടികൾ വീട്ടിലിരിക്കും എന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. പാലക്കാട് സ്കൂൾ കായിക താരത്തിന് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. PMG സ്കൂൾ വിദ്യാർത്ഥി അബ്ദുൽ നിഹാലിന്റെ ഇടത് കൈക്ക് പരിക്ക്. കായിക പരിശീലനം 1 വർഷം മുടങ്ങുമെന്ന് രക്ഷിതാക്കൾ. 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത് സ്കൂൾ അധികൃതർ. യാത്രക്കാരെ പെരുവഴിയിലാക്കിയ സർവീസ് പ്രതിസന്ധിയിൽ ഇൻഡിഗോയ്ക്കെതിരെ വടിയോങ്ങി DGCA. ശൈത്യകാല സർവീസുകൾ വെട്ടിക്കുറക്കാൻ ആലോചന. സർവീസുകൾ മറ്റ് കമ്പനികൾക്ക് നൽകിയേക്കും. നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെ നവജോത് കൗറിനെ സസ്പെൻഡ് ചെയ്ത് പഞ്ചാബ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. 500 കോടി സ്യൂട്ട് കേസിലാക്കി കൊടുക്കുന്നവരെ മുഖ്യമന്ത്രിയാക്കിയെന്ന് നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ. കോൺഗ്രസ് നടപടി കൗറിന്റെ പരാമർശം BJP ഏറ്റെടുത്ത് വിവാദമാക്കിയതോടെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി GR സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ DMK നീക്കം. മധുരയിലെ മലയിൽ ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ വിവാദ ഉത്തരവിന് പിന്നാലെ ഇന്ത്യ മുന്നണി MP മാരുടെ പിന്തുണ തേടി ഒപ്പുശേഖരണത്തിന് DMK. ഹിന്ദുത്വവാദികളുടെ ആവശ്യം അംഗീകരിച്ചതിൽ DMKക്ക് വൻ എതിർപ്പ്. ഗുജറാത്ത് രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച് കോൺഗ്രസ് MLA ജിഗ്നേഷ് മേവാനിയുടെ വെളിപ്പെടുത്തൽ. സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഗുജറാത്തിൽ BJP മന്ത്രിമാർ ഉൾപ്പെട്ട വൻ ലഹരി സംഘം പ്രവർത്തിക്കുന്നു. സംഘത്തിൽ മന്ത്രിമാരും IPSകാരും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യമെത്തിച്ച് കോടികൾ ഉണ്ടാക്കുന്നുവെന്നും മേവാനി. കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ ഓപ്പൺ എയർ പരിപാടിയുമായി വിജയ്. പുതുച്ചേരിയിലെ പരിപാടിക്കിടെ അണികളെ അഭിസംബോധന ചെയ്തത് വാഹനത്തിന് മുകളിൽ നിന്ന്. പുതുച്ചേരിയിലെ ജനങ്ങളെ DMK സർക്കാരും കേന്ദ്രവും അവഗണിച്ചെന്ന് കുറ്റപ്പെടുത്തൽ. സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചില്ല. പുതുച്ചേരിക്കായി TVK ശബ്ദമുയർത്തുമെന്നും വിജയ്. വടക്ക് കിഴക്കൻ ജപ്പാനിൽ ഭൂകമ്പത്തിൽ 7 പേർക്ക് പരിക്ക്. ആയിരക്കണക്കിന് പേരെ മാറ്റിപ്പാർപ്പിച്ചു. സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ച് അധികൃതർ. തുടർ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയെന്ന് പ്രധാനമന്ത്രി സനെ തകായിച്ചി. യൂറോപ്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി. കൂടിക്കാഴ്ച ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ നേതാക്കളുമായി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക സമയമാണിതെന്ന് നേതാക്കൾ. ചൈനയിലേക്കുള്ള AI ചിപ്പ് കയറ്റുമതിക്ക് അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ചിപ്പ് നിർമ്മാതാക്കളായ NVIDIയക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ധാരണയായെന്നും ട്രംപ്. US-ലേക്കുള്ള അരി ഇറക്കുമതിക്ക് പുതിയ താരിഫ് ചുമത്തുമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ എന്തിനാണ് ഇത്രയും അരി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത് എന്ന് ചോദ്യം. അരി ഇറക്കുമതി അമേരിക്കൻ കർഷകർക്ക് വരുമാന നഷ്ടമുണ്ടാക്കുന്നുവെന്നും ട്രംപ്. പരാമർശം ഇന്ത്യ-US വ്യാപാര ചർച്ച നടക്കുന്നതിനിടെ. ഗൗരി സ്പ്രാത്തിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞ് ബോളിവുഡ് താരം ആമിർ ഖാൻ. 60-ാം വയസ്സിൽ ഇങ്ങനൊരു പ്രണയം പ്രതീക്ഷിച്ചില്ല. ഇതുവരെ കരുതിയത് ജീവിതത്തിൽ നിന്ന് പ്രണയകാലം കൊഴിഞ്ഞുപോയെന്ന്. ഗൗരിയെ പരിചയപ്പെട്ടത് ഭാഗ്യം. മുൻ ഭാര്യമാരോട് ഇപ്പോഴും നല്ല സൗഹൃദമെന്നും ആമിർ ഖാൻ. തമിഴ്നാടിനെ ഇളക്കിമറിച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പടയപ്പയുടെ 2ാം ഭാഗം പ്രഖ്യാപിച്ച രജനീകാന്ത്. പ്രഖ്യാപനം നടത്തിയത് പടയപ്പ റിലീസിന്റെ ഭാഗമായി പുറത്തുവിട്ട വീഡിയോയിൽ. 2ാം ഭാഗത്തിന് നീലാംബരി എന്ന് പേര്. കൊച്ചിയിലെ കടുമക്കുടി ദ്വീപുകൾ സന്ദർശിച്ച് പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര. കടുമക്കുടിയിലൂടെ ഥാർ ഓടിച്ചു പോകുന്ന വീഡിയോ Xൽ പങ്കുവച്ചു. ചില സ്ഥലങ്ങൾ ആകർഷിക്കുക മാത്രമല്ല മാറ്റിമറിക്കും. പ്രകൃതി രമണീയമായ പാടശേഖരങ്ങളും കായലും ആരെയും മോഹിപ്പിക്കുന്ന കാഴ്ചകളാണെന്നും കുറിപ്പ്. ലിവർപൂൾ സൂപ്പർ താരം മുഹമ്മദ് സലാ ടീമിന് പുറത്തേക്ക്. ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഇടമില്ല. ലിവർപൂളിനായി സലാ ഇനി കളിക്കുമോ എന്നറിയില്ലെന്ന് പരിശീലകൻ. ഒഴിവാക്കൽ നീക്കം ലിവർപൂളിൽ നിന്ന് പുറത്താക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന സലായുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം വൈകിട്ട് 7-ന് കട്ടക്കിൽ. ശുഭ്മാൻ ഗിൽ കളിക്കില്ലെങ്കിൽ സഞ്ജു സാംസൺ ഓപ്പണറാകും. ലോകകപ്പ് ടീമിനെ തീരുമാനിക്കുന്നതിൽ പരമ്പര നിർണായകം.